ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സീരീസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഒരു മാർക്കെങ്കിലും ഓരോരോ സെഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നതിൻ്റെ ടോപ്പിക്ക് ഡിഫൻസ് മെക്കാനിസം. അറിയാം, പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും എക്സാമ്പിൾ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, മേ ബി ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. സോ നമുക്ക് എന്താണ് ഡിഫൻസ് മെക്കാനിസം, വാട്ട് ഈസ് ഡിഫൻസ് മെക്കാനിസം എന്നതിനെ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ എ മെക്കാനിസം ഡിസൈൻഡ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്ട്സ് caused by specific experiences is known as defense mechanism. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുന്ന സ്ട്രെസ്സും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ നമ്മളിലുണ്ടാവുന്ന സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഈ ഡിഫൻസ് മെക്കാനിസം ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സോ സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് ദ പേഴ്സൺ ഹു ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ഡിഫൻസ് മെക്കാനിസം ആസ് എ വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് എഗെയിൻസ്റ്റ് ആൻസൈറ്റി. ഓക്കെ, അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഏകദേശം 20ഓളം നമുക്ക് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, കാരണം നമുക്ക് എക്സാംസ് ഒക്കെ അടുത്തെത്താറായി. സോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിലുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൊജക്ഷൻ. എന്താണ് പ്രൊജക്ഷൻ? ഇറ്റ്സ് എ പോപ്പുലർ മെത്തേഡ് ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. One's own unacceptable feelings and thoughts are expressed as if they are due to others. അതായത് ഒരാളുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ട്രൈറ്റോ എന്ത് ചെയ്യുക, അനദർ പേഴ്സണിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. വേറെ ഒന്നുമല്ല, സിമ്പിളായി പറയുകയാണെങ്കിൽ താൻ ചെയ്ത തെറ്റ് മറ്റുള്ളവർ തലയിൽ വെച്ച് കിട്ടുക. ഇത്രയേ ഉള്ളൂ പ്രൊജക്ഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിങ് ഓഫ് അവർ ഓൺ അൺവാണ്ടഡ് ട്രൈറ്റ്. അൺവാണ്ടഡ് ട്രൈറ്റ്, നോട്ട് ചെയ്യണേ, അൺവാണ്ടഡ് ട്രൈറ്റ് ഇൻ ടു അനദർ പേഴ്സൺ. അതാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഡ്യൂറിങ് ദ ഫെയിലിയർ ഓഫ് ആൻ അറ്റംപ്റ്റ് ദ ചീഫ് ഈസ് ക്രിട്ടിസൈസിങ് ഹിസ് അസിസ്റ്റൻസ് ആൻഡ് ഇക്വിപ്മെൻറ്റ്സ്. ദീസ് ടൈപ്പ് ഓഫ് മെൻ്റൽ മെക്കാനിസം ഈസ് ടേംഡ് ആസ് പ്രൊജക്ഷൻ. ഒരു പിക്ചറിൽ തന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ചീഫ് ഡോക്ടർ ചെയ്ത ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ആ ചെയ്ത ഒരു തെറ്റ് എന്ത് ചെയ്യാണ്, അവർ കൂടെ ഉണ്ടാവുന്ന അസിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ തെറ്റ് കൊണ്ടാണ്, അല്ലാതെ താനല്ല തെറ്റ് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, താൻ ചെയ്ത തെറ്റ് മറ്റുള്ളവർ തലയെ കൊണ്ട് വെച്ച് കിട്ടുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ടൈപ്പ് മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിംഗ് ഓഫ് അവർ ഓൺ അൺവാണ്ടഡ് ട്രൈറ്റ് ഇൻ ടു another person. Example, during the failure of an attempt the chief is criticizing his assistants and equipments. This type of mental mechanism is termed as projection. Okay friends, projection clear ആയെന്ന് വിശ്വസിക്കുന്നു. Next, sublimation. എന്താ sublimation? The channeling of unacceptable impulses, thoughts and emotions into more acceptable ones. അതായത് നമ്മളുണ്ടാവുന്ന അൺവാണ്ടഡ് എനർജി അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സോ തോട്ട്സോ അതിന് സോഷ്യലി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ മോർ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മേ ബി അത് ഹ്യൂമർ ആവാം, അല്ലെങ്കിൽ ആക്ഷൻ ഓർ ഫാൻറ്റസി, വാട്ട് എവർ മേ ബി. ഓക്കെ, അവിടെ എന്താണ്, നമ്മൾ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സോ തോട്ട്സോ ഒക്കെ നമ്മൾ മോർ അക്സെപ്റ്റബിൾ വൺസ് ആക്കി മാറ്റുവാണ് ഇവിടെ ചെയ്യുന്നത്, സബ്ലിമേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഓഫ് ദ അൺവാണ്ടഡ് എനർജി ഇൻ ടു സോഷ്യലി അക്സെപ്റ്റഡ് ചാനൽ ഈസ് കോൾഡ് സബ്ലിമേഷൻ. അതായത് അൺവാണ്ടഡ് എനർജീനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് ഒന്നാക്കി മാറ്റുക. അതിനാണ് നമ്മൾ എന്ത് പറയുക, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ലവ് ഫെയിലിയേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, കവിത എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ വല്ല കുഴപ്പമുണ്ടോ? ലവ് ഒരു ഫെയിലിയർ ആയി, പക്ഷെ ആ ഒരു ഇത് നിരാശാബോധം മാറ്റാൻ വേണ്ടി അവർ എന്ത് ചെയ്യാണ്,
കുറച്ച് പേര് കവിത എഴുതുന്നവരായി നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ടൈപ്പ് ഓഫ് സബ്ലിമേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്താണ് സോഷ്യലി അപ്പോൾ അവിടെ കവിത എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കവിത എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി ആണല്ലോ. സോ ദ ഡിഫൻസ് മെക്കാനിസം വിച്ച് ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി എന്ന് ചോദിച്ചാലും എന്താണ് സബ്ലിമേഷനാണ്. അവിടെ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. സോഷ്യലി എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ സോഷ്യലി യൂസ്ഫുൾ ആയിട്ട് ഒന്നാണ് അവിടെ ചെയ്യുന്നത്. സോ ദ ഡിഫൻസ് മെക്കാനിസം വിച്ച് ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ അത് ഏതാണ് സബ്ലിമേഷൻ ആണ്. ക്ലിയർ? ദെൻ ഫാദർ ഓഫ് സബ്ലിമേഷൻ ഇത് ചോദിക്കാറുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. ദ ഡിഫൻസ് മെക്കാനിസം വിച്ച് ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ അത് സബ്ലിമേഷൻ ആണ്. ഡ്രൈവിംഗ് ഓഫ് ദ അൺവാണ്ടഡ് എനർജി ഇൻ ടു സോഷ്യലി സോഷ്യലി അങ്ങനെ ആലോചിക്കുക. സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ചാനലൈസ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സബ്ലിമേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് കോമ്പൻസേഷൻ. എന്താ കോമ്പൻസേഷൻ? an attempt to make up for deficiency by directing his energies to another aspect of one's personality in which no deficiency exists. കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല. കോമ്പൻസേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിലുണ്ടാവുന്ന കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ചെയ്യുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് താഴെ വീണു, അപ്പോൾ എന്ത് ചെയ്യും, ഇത് ബോസ് അല്ലെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാർ നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തു എന്നൊക്കെ പറയാറില്ല. അപ്പോൾ എന്താ ചെയ്ത് അവിടെ ഉണ്ടാകുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കുറവ് നമ്മൾ കോമ്പൻസേഷൻ പൈസ കൊടുത്ത് അവിടെ ഈക്വൽ ചെയ്യാണ്. ആ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ആക്കുക. അത്രയേ ഉള്ളൂ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. നോക്കൂ, എ ചൈൽഡ് ഹു ഫെയിൽസ് ഇൻ സ്റ്റഡീസ് എക്സെൽസ് ടു മ്യൂസിക് ടു സേവ് ഹിസ് ഈഗോ. അതായത് ഒരു കുട്ടി പഠിത്തത്തിൽ എന്താണ് തോറ്റുപോയി, പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്, എക്സെൽസ് ടു മ്യൂസിക്കിൽ എക്സൽ ചെയ്യാണ് ടു സേവ് ഹിസ് ഈഗോ. അവിടെ എന്താണ് പഠിത്തത്തിൽ തോറ്റുപോയാലും താൻ എന്താണ് മ്യൂസിക്കിൽ അടിപൊളിയാണ്. അപ്പോൾ അവിടെ അവിടെ ഈഗോ ബാലൻസ്ഡ് ആയി. അപ്പോൾ ഞാൻ ഒന്നിൽ കുറവാണ്, മറ്റൊന്ന് ഞാൻ സ്റ്റാർ ആണല്ലോ, ഒന്നിൽ ഞാൻ പോട്ടെ, ഒന്നിൽ ഞാൻ മോശമാണ്, എന്നാലും വേറൊരു ഫീൽഡിൽ ഞാൻ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് അവിടെ എന്താണ് അവിടെ സ്വന്തം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ് അല്ലേ. അതാണ് കോമ്പൻസേഷൻ ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ വേറൊരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. രാമു ഈസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് ബട്ട് ഹീ ഈസ് ട്രൈയിങ് ടു എക്സൽ ഇൻ സ്പോർട്സ് ആൻഡ് സക്സസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ സ്പോർട്സ് പെർഫോമൻസ്. അപ്പോൾ രാമു എന്ന് പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അക്കാഡമിക് പെർഫോമൻസിലൊക്കെ ആവറേജ് ആണ്, പക്ഷെ എന്താണ് സ്പോർട്സിലൊക്കെ ആൻഡ് ഹീസ് ട്രൈയിങ് ടു എക്സൽ ഇൻ സ്പോർട്സിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എന്ത് ചെയ്തു, ആൾ സക്സസ് ചെയ്തു. നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനേക്കാളും കൂടുതൽ സക്സസ് ചെയ്തത് ഇതിലാണ്, സ്പോർട്സിലാണ്. ആൻഡ് സക്സസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ സ്പോർട്സ് പെർഫോമൻസ്. ഇത് ഏത് തരം ഡിഫൻസ് മെക്കാനിസം ആണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, അപ്പോൾ ഒന്നിലുണ്ടാവുന്ന കുറവ്, പഠിത്തത്തിലുണ്ടാവുന്ന കുറവ് ഇവിടെ സ്പോർട്സിൽ അവിടെ ഓവർകം ചെയ്യാണ്. അവിടെ സ്പോർട്സിൽ സ്റ്റാറായി അവിടെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിനെ എന്ത് പറയുക, കോമ്പൻസേഷൻ. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ആക്കുക. ഓക്കെ, അപ്പോൾ പഠിത്തത്തിലുണ്ടാവുന്ന കുറവ് അതുപോലെ മ്യൂസിക്കിലോ അതുപോലെ സ്പോർട്സിലോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്ന് ചോദിച്ചാൽ കോമ്പൻസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, 4th വൺ, റാഷണലൈസേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് an individual justifies his failures and socially unacceptable feelings and behaviors by making excuses or formulate logical reasons or social approved reasons. ടെൻഷൻ ആവേണ്ട, ഇത്രയും വലിയൊരു ഡെഫിനിഷൻ ആണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് ഷോർട്ടായി പറയാം. ഇവിടെ താൻ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ തൻ്റെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സോ ബിഹേവിയേഴ്സോ ഒക്കെ എന്ത് ചെയ്യാണ്, അവിടെ ജസ്റ്റിഫൈ ചെയ്യാണ്. അതെങ്ങനെയാണ്, ബൈ ജസ്റ്റിഫൈയിങ് എക്സ്ക്യൂസസിലൂടെയോ അല്ലെങ്കിൽ കറക്റ്റായ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ടോ അല്ലെങ്കിലോ സോഷ്യലി അപ്രൂവ്ഡ് റീസൺസിലൂടെയോ എന്ത് ചെയ്യാൻ, തൻ്റെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സും ബിഹേവിയേഴ്സും ജസ്റ്റിഫൈ ചെയ്യുക. അതാണ് റാഷണലൈസേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എ ഹസ്ബൻഡ് ഡസ് നോട്ട് എൻജോയ് ദ കമ്പനി ഓഫ് വൈഫ് ഔട്ട്സൈഡ് the home and usually leave his wife at home. He gives logic that his wife is socially staying. അപ്പോൾ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ പുറത്ത് കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. സോ എപ്പോഴും ഭർത്താവ് പുറത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഭാര്യനെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോകും.
അപ്പോൾ ആരെങ്കിലും പുറത്തുള്ളവർ ചോദിക്കുകയാണ് എന്താ നിൻ്റെ വൈഫ് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പുള്ളി എന്താ പറയുന്നത്, ഹി ഗീവ്സ് ലോജിക്കായിട്ട് ഒരു ആൻസർ പറയാണ്, ദാറ്റ് ഹിസ് വൈഫ് ഈസ് സോഷ്യൽ ഷൈ. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പുറത്തിങ്ങനെ ആൾക്കാർ വരും ഭയങ്കര നാണം കുണുങ്ങിയാണ്, അതുകൊണ്ടോ കൊണ്ടുവരാത്തതെന്ന് പറയണം. അവിടെ എന്താണ് അപ്പോൾ പുള്ളിക്കാരൻ സേഫായി, ഭാര്യയ്ക്ക് ഷൈ ആയത് കൊണ്ടാണ് അങ്ങനെ കറക്റ്റ് ലോജിക്കായിട്ട് ഒരു റീസൺ പറഞ്ഞപ്പോൾ അവിടെ ആൾ സേഫായി. അപ്പോൾ ഇതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റിഫൈ ചെയ്യുക അത് കറക്റ്റായ ഒരു റീസൺ വെച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എ ഗേൾ ഫെയിൽസ് ടു ഗെറ്റ് അഡ്മിഷൻ ഫോർ ദി നഴ്സിംഗ് കോഴ്സ് മേ പോയിന്റ് ഔട്ട് എ നമ്പർ ഓഫ് ഡിഫിക്കൽട്ടീസ് ഓർ ഓഫ് നഴ്സിംഗ് പ്രൊഫഷൻ. അതായത് ഒരു നഴ്സിംഗ് അഡ്മിഷൻ ഒരു കൊച്ചു എന്തായി ഫെയിലായി, പക്ഷെ അവിടെ എന്ത് പറയാണ്, തൻ്റെ ഫെയിലായി തൻ്റെ കുറ്റമാണ്, പക്ഷെ അത് പറയുന്നില്ല. പകരം എന്താ പറയുന്നത്, ഒരു നഴ്സിംഗ് ജോലിനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ അങ്ങോട്ട് പറയണം. നഴ്സിംഗ് ജോലി പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്, രാത്രി ഉറക്കം ഉണ്ടാവില്ല, അത് ഈ പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയും, മൊത്തം ഡ്യൂട്ടിയാണ്, ജീവന് പോലും രക്ഷയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എ ഗേൾ ഫെയിൽസ് ടു ഗെറ്റ് അഡ്മിഷൻ ഫോർ ദി നഴ്സിംഗ് കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയില്ല, മേ പോയിന്റ് ഔട്ട് എ നമ്പർ ഓഫ് ഡിഫിക്കൽട്ടീസ് ഓഫ് നഴ്സിംഗ് പ്രൊഫഷൻ. അവിടെ എന്ത് ചെയ്യാണ്, പോയിന്റ് ഔട്ട് ഒത്തിരി റീസൺസ് പറയാണ്. അവിടെ നമ്പർ ഓഫ് ഡിഫിക്കൽട്ടീസ്, അതിലുള്ള ബുദ്ധിമുട്ടുകൾ, നഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ചുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ആൾ സേഫായി രക്ഷപ്പെടുവാണ്. The next one, a person without a vehicle says that he does not want to take risk his life by driving. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തില്ല, വണ്ടിയില്ല. അപ്പോൾ വണ്ടി ഇല്ലാത്തതിനൊക്കെ എൻ്റെ അടുത്ത് വണ്ടിയില്ല എന്നല്ല പറയുന്നത്, പകരം എന്താ പറയുന്നത്, ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ജീവൻ മൊത്തം റിസ്ക്കിലാവും, അപ്പോൾ അതുകൊണ്ടാണ് എന്നുകൊണ്ട് അങ്ങനെ റീസൺ പറയാം, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. അപ്പോൾ തനിക്കില്ലാത്ത ഒന്ന്, വിത്തൗട്ട് ഒരു വെഹിക്കിൾ ഇല്ല, പക്ഷെ അവിടെ വിത്തൗട്ട് എ വെഹിക്കിളാണ്, പക്ഷെ അവിടെ റീസൺ പറയുന്നത് എന്താണ്, ദാറ്റ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ടേക്ക് ഹിസ് ലൈഫ് ബൈ റിസ്ക്, ഡസ് നോട്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്. അവിടെ റിസ്ക് എടുക്കാൻ, ഈ ഡ്രൈവിങ്ങിലൂടെ റിസ്ക് എടുക്കാൻ ആൾ തയ്യാറല്ല എന്നൊരു രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഡയറക്റ്റായി ചോദിക്കാറില്ല, ചിലപ്പോൾ ഇനി എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് എന്നാണ് കൂടുതലും ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞു, അപ്പോൾ എക്സാമ്പിളിലൂടെ കണക്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം, റാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ യൂസിങ് റീസൺ അതർ ദാൻ റിയൽ റീസൺ. ഇപ്പോൾ സിംപിളായി പറയുന്നത് എന്താണ്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ യൂസിങ് റീസൺ അതർ ദാൻ റിയൽ റീസൺ. ശരിക്കത്തെ റീസൺ പറയാതെ പകരം എന്ത് ചെയ്യാൻ, എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാണ്, വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞ് ആ ഒരു കാര്യം നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 വേർഡ്സ് ഉണ്ട്. എന്താണ്, സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ്. എന്താണ്, സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ടു റാഷണലൈസേഷൻ. അതായത് സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എപ്പോഴും ചോദിക്കാറുണ്ട്. സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റാഷണലൈസേഷനായിട്ട് റിലേറ്റ് ചെയ്ത് പുളിക്കുന്ന മുന്തിരി ശൈലി ഏതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാനിതൊക്കെ കണക്ട് ചെയ്ത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയില്ല, ആ ഒരു ശൈലിയായിട്ട് കണക്ട് ചെയ്താൽ മതി. പുളിക്കുന്ന മുന്തിരി ശൈലി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷണലൈസേഷൻ. അതേപോലെ തന്നെ സ്വീറ്റ് ലെമണിസം അല്ലെങ്കിൽ സ്വീറ്റ് ലെമൺ ആറ്റിറ്റ്യൂഡ് ഏതുമായി റിലേറ്റ്, അതായത് മധുരിക്കുന്ന നാരങ്ങാ ശൈലി, പുളിക്കുന്ന മുന്തിരി ശൈലി, മധുരിക്കുന്ന നാരങ്ങാ ശൈലി, ദാറ്റ് മീൻസ് സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ സ്വീറ്റ് ലെമണിസം അല്ലെങ്കിൽ സ്വീറ്റ് ലെമൺ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു 4 ഡിഫൻസ് മെക്കാനിസം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് 4ൽ നിന്ന് ഏതെങ്കിലും ഒന്നൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ നന്നായി പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഇവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാം ബൂസ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ദിസ് ഈസ് സനാസ് എഡ്യൂ ടിപ്സ്.